തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോയിൽ സ്നേഹമുള്ളവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ജോബ് കൂട്ടുങ്കലച്ചൻ ഡയറക്ടറായിരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു എന്നെ. ഞാൻ ഓർക്കുന്നുണ്ടൊരു വെള്ളിയാഴ്ച ഒരു വൺ ഡേ ടോക്കിന് പോയപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഒത്തിരി ആളുകളുണ്ടായിരുന്നു, ഞാൻ ചെറുപ്പം കൂടിയായിരുന്നു. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സമയങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറയണത്, അല്ലെങ്കിൽ പ്രാർത്ഥന എന്നൊക്കെ പറയണത്, നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴൊക്കെ യാത്ര ചെയ്യുന്നുവോ, വീട്ടിലായിരിക്കുന്നുവോ, നിങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ എപ്പോഴും നന്ദിയുള്ള പ്രാർത്ഥനകളായിരിക്കണം. എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. വർഷങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു വല്യപ്പച്ചൻ തൻ്റെ കയ്യിലെ കൊന്തയെടുത്തുകൊണ്ട് ഓരോ മണിയും താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ അപ്പച്ചനോട് ചോദിച്ചു, കുറച്ച് നേരമായല്ലോ കൊന്ത കയ്യിലെടുത്തിട്ട് താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് എന്ന് പറയണത്, എന്താണ് സംഭവം? അപ്പോൾ എൻ്റെ അപ്പച്ചൻ പറയുമായിരുന്നു, മോനെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ഞാനൊരു വൺ ഡേ പ്രോഗ്രാമിന് പോയപ്പോൾ അന്ന് ധ്യാനിപ്പിച്ച ഒരു കൊച്ചച്ഛൻ ഞങ്ങളോട് പറഞ്ഞതാണ്, എപ്പോഴൊക്കെ യാത്ര ചെയ്യുന്നുവോ അപ്പോഴൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. ജീവിതത്തിൽ ദൈവം തന്നത് മുഴുവൻ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നന്ദി പറയണം. ഒരല്പം നേരം ഞാൻ സ്തംഭിച്ചു പോയി. കാരണം ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പോഴും ജീവിതത്തിൽ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകുന്നൊരു അപ്പച്ചനെ കണ്ടപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നഷ്ടപ്പെട്ടു പോയി എനിക്ക്. പ്രിയപ്പെട്ടവരെ, വചനം പറയുക ഇപ്രകാരമാണ്: കർത്താവ് ലാസറിൻ്റെ കുഴിമാടത്തിൽ വന്ന് ഇത്രയേ പറഞ്ഞുള്ളൂ, ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. 5 അപ്പവും 2 മീനെടുത്ത് കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലിക്കൊണ്ട് അത് വാഴ്ത്തി മലർക്ക് കൊടുത്തു. അത് ഇരട്ടിയായി, ധാരാളമായി, ബാക്കിയായി. ജീവിതത്തിൽ നന്ദി പറയാനായിട്ട് പഠിക്കുക. അനുദിനം എന്നോണം ഞാനും നിങ്ങളും അറിയാതെ എന്തുമാത്രം കൃപകളും അനുഗ്രഹങ്ങളുമാണ് ദൈവം നമുക്ക് നൽകുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് പരിശ്രമിക്കേണ്ട നിമിഷങ്ങളാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ലഭിക്കുന്ന ആ അനുഗ്രഹങ്ങളോട് അനുദിനമെന്നോണം നന്ദി പറയുകയാണ് നമ്മുടെ പ്രാർത്ഥന. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.